എടുക്കാത്തെന്തുവാ? നല്ല കിടൽ മന്തി ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ എങ്ങനെ ചെയ്യണമെന്ന് വീഡിയോ ഇട്ടതാ എന്റെ ഫോണിലാ? എന്റെ ഫോൺ വെറുതെ ചാർജ് കളയണ്ടോ വിചാരിച്ചിട്ടാ. ചാർജ് കളയണ്ടോ വിചാരിച്ചിട്ടാ. ചേട്ടന്റെ പേരെന്താ? നടരാജൻ. എന്നാ നടരാജൻ ചേട്ടാ, തൽക്കാലം അങ്ങ് മാറിയിരിക്കാവോ? മോൾ കടിച്ചെടുത്താ. അതുകൊണ്ടാണോ ചേട്ടന്റെ അടുത്ത് പറഞ്ഞ അങ്ങ് മാറിയിരിക്കാൻ? എന്നാ ഞാൻ കാണില്ല, മോള് കണ്ടോ? എവിടെ പോയി കിടക്കും? കൊല്ലും ഞാനാ. അമ്മയോ ഒരുപാട്. പോലെ പോലെ ഉടക്കല്ലേ പോലെ പോലെ എവിടെ പോണു? പറ എവിടെ പോണു? മീൻ വാങ്ങിക്കാൻ. വണ്ടി ഇപ്പം ബൈക്ക് ഇരിക്കല്ലേ? എന്ത് മുക്കണ കിടന്ന് കാര്യം പറഞ്ഞേ. അടുത്താണ് കട. എന്തെങ്കിലും പറയട്ടെ, ഞാനൊന്ന് നില്ലേ. നിനക്ക് മനസ്സിലാവില്ല, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ട്. അത് മനസ്സിലായി, അത് ചെയ്യാനുള്ള എല്ലാ അവകാശം നിനക്ക് ഉണ്ടല്ലോ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ പറയണ നീ ഒന്ന് കേക്ക്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വരുന്ന വഴി കാണാൻ പോലീസ് ചെക്കിങ്. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി കംപ്ലൈന്റ് ആയതുപോലെ ഞാൻ ഇറങ്ങിയിട്ട് വണ്ടി തള്ളി. എന്നിട്ട് അതോടൊന്ന് പാസ് ഉണ്ട്. വണ്ടി ഇറങ്ങി തള്ളിക്കൊണ്ട് വന്നപ്പോൾ കാണാൻ ഒരു പോലീസുകാരെ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങേരും തള്ളാൻ തുടങ്ങി. അങ്ങേര് പറഞ്ഞ തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് ഉണ്ടെന്ന്. അങ്ങേര് എന്നിട്ട് ആ വർക്ക്ഷോപ്പിനകത്തൊരു തള്ളിയേയും കയറ്റി. പിന്നെ എനിക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ പണി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് എങ്ങനെയൊക്കെ ഊരി പറഞ്ഞുകൊണ്ട് ആണ് വന്നത്. ഇപ്പം പൈസ 100 രൂപ വാങ്ങിച്ചോണ്ട് 100 രൂപയല്ലേ വാങ്ങിച്ചോളൂ. ഞാനിവിടെ എത്ര നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നീ എനിക്കും കൂടി വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെലവാക്കും. എന്തേലും വാക്ക്? എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ചു. 40 രൂപയുള്ളൂ എൻ്റെ 100 രൂപ അവിടെ കൊടുത്തില്ലേ? എവിടെ പൈസ വേണോ? പേരെന്താ? നടരാജൻ. വന്നേ. എനിക്ക് ഇങ്ങനെ നേരത്തെ അറിയാമോ? എനിക്കറിയാത്തോ? വണ്ടി കയറി. ഇപ്പോഴോ? വേണ്ട. അയ്യോ, എനിക്കതൊക്കെ നാണോ? ഇല്ലല്ലോ. ശരിക്കും ഒരു വട്ടമേ, ഒറ്റ വട്ടം മാത്രം. വേദനിച്ച അമ്മ വരുന്നു കേട്ടോ. പിന്നെ റീചാർജ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ ബൈ. അമ്മയാ? ആരുടെ അമ്മ? ഞാൻ ഒരു സാധനം ട്രാക്കിൽ കൊണ്ടുവന്നു, അപ്പത്തേക്ക് വന്നങ്ങ് നശിപ്പിച്ച്. ആരെയാണ് ഇത്തവണ വളയ്ക്കാൻ കിട്ടിയിരിക്കുന്നത്? അതൊക്കെ ഉണ്ട്. കോട്ടയംകാരനൊരു സോന്. അച്ഛനങ്ങ് ജപ്പാനില് എന്തോ കൃഷി എന്തോ ആണെന്നാ പറഞ്ഞ. ജപ്പാനിലെ കൃഷിയാ? അമ്മ ഇവിടുത്തെ ട്രിവാൻഡ്രം കളക്ടറേറ്റിലാ മോളെ. നല്ല ആളെ തന്നെയാണല്ലോ വളച്ചെടുത്തേക്കുന്നത്. പിന്നെ ഇതൊക്കെ ചില്ലറ കാര്യമാണോ? എനിക്ക് നല്ല നല്ല കഴിവ് വേണം. എന്താ ഗുണം? ഗുണം എന്താന്നാ? നമുക്ക് ഒരുപാട് ഗുണങ്ങളില്ലേ? ഇതുണ്ടല്ലോ, ഇത് അങ്ങനെ ഇങ്ങനെ ആ പൂപ്പുകൾക്കൊന്നും കിട്ടുന്നതല്ല. പാരമ്പര്യമായിട്ട് എന്റെ തന്തപ്പഴിയുടെ അടുത്തുനിന്ന് വൃത്തിയായിട്ട് കിട്ടിയൊരു കഴിവെന്ന് വെച്ചാ. പാരമ്പര്യമായിട്ട് കിട്ടിയാണോ മോൾ? അത് ഒഴിവാക്കണ്ട, അത് കയ്യിൽ തന്നെ വെച്ചു. അപ്പഴേ ആൾക്കങ്ങ് പുച്ച. നിനക്കൊക്കെ ഒരു വില ഉണ്ടാവില്ല. നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? വല്ലവന്മാരെയും കൊണ്ട് പ്രേമിച്ച് അവന്മാരും തേച്ച് ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ട് അയ്യാ എന്ന് പറഞ്ഞിട്ട് മോങ്ങാൻ കൊള്ളാം. അല്ലാതെ നമ്മളിങ്ങനെ നാക്കിന് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ 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 നേടിയെടുക്കണം. ശാരീരികമായും മാനസികമായും. ശാരീരികമായൊക്കെ ഉദ്ദേശിച്ചത്? പിന്നെ ഞാൻ ആ ശാരീരികമൊന്നല്ല ഉദ്ദേശിച്ചത്. ശാരീരികം ഇതുപോലെയുള്ള റീചാർജ് ചെയ്യലോ, അല്ലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ കൊണ്ടുപോകലോ, അല്ലെ ചെറിയൊരു പിക്കപ്പ് ആൻഡ് ഡ്രോപ്പോ,
അതാണല്ലേ. നീ അതല്ല അതിന്റെ അപ്പുറം ചിന്തിക്കും. നീ ആ പത്രത്തിൽ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുമല്ലേ. കുറച്ച് റെസ്പെക്ട് ഒക്കെ ആവും ഈ സ്റ്റെഫി ജാക്സന്റെ അടുത്ത്. ഇവിടുത്തെ ആ കാക്കരി കൂക്കരി പെമ്പിള്ളാരുണ്ടല്ലോ, അളിമാരൊക്കെ ഈ കഴിവുണ്ടല്ലോ, അത് എങ്ങനെ വന്നിട്ട് സെല്യൂട്ട് അടിച്ചിട്ടു. ഓ നീ ഒരു കാര്യം ചെയ്യും, ഇതിന് ജപ്പാൻകാരൻ വിളിക്കുമ്പോഴേ എന്റെ അടുത്ത് പറ, ഞാൻ റെസ്പെക്ട് ചെയ്തേക്കാം. അയ്യോ അങ്ങനെ കഷ്ടപ്പെട്ട് റെസ്പെക്ട് ചെയ്യണ്ട. അതല്ല അവിടുത്തെ തള്ളയും പിള്ളയൊക്കെ എവിടെ? ആ പിള്ളേരവിടെ നടക്കുന്ന കണ്ടു, തള്ളേനെ മിസ്സിങ്. പക്ഷെ ഞാനേ ആലോചിക്കണ അതല്ല, ആ തള്ളയ്ക്കൊരു മോനുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, നീ അങ്ങ് വളച്ചെടുത്ത് ഇവിടെ സുഖമായിട്ട് ജീവിച്ചേനെ, തന്നെ ഒന്നും കൊടുക്കണ്ടല്ലോ. ഞാനത് ആലോചിച്ചായിരുന്നു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, അവരൊരു പുരുഷ വിരോധി ആയി പോയില്ലേ. അല്ലേ നമുക്ക് ഇവിടെ രാജാവായിട്ട് വാഴായിരുന്നു. നമുക്കാ അപ്പൊ ഞങ്ങളുടെ രണ്ടും കൂടെ നീ കൊടുപ്പിക്കായിരുന്നോ? പിന്നെ ഞാനാണോ ഒളിച്ച് എടുത്ത പിന്നെ ഈ വീട് ആരുടെ, നമ്മുടെ അല്ലേ? അല്ലേലും നീയൊക്കെ ഭയങ്കര സെൽഫിഷാ. നീ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുള്ളൂ, ഞാൻ അങ്ങനല്ല കേട്ടാ. ഭാഗ്യ തള്ളയ്ക്ക് അങ്ങനെ ഒരു മോനില്ലായിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ വന്നേരം പിറ്റേ ദിവസം തന്നെ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങേണ്ടി വന്നത്. അത് നീ കാരണം. ഓ ഇപ്പൊ എല്ലാം എന്റെ തലയ്ക്ക്. അതൊക്കെ പോട്ടെ, വിശക്കുന്നുണ്ട്, കഴിക്കാൻ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, അവളൂടെ വട്ടാന്നൊക്കെ ഒരുമിച്ച് കഴിക്കാം. ആര് ചാരോ? അവള് പവിയുടെ കൂടെ കറങ്ങാൻ പോയേക്കുന്നു. അപ്പൊ എന്തായാലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാതെ അവള് വരത്തില്ല. അവൾ അങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അവള് വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. പിന്നെ കേക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ. ഒരെണ്ണം കൂടി വേണമായിരിക്കും അല്ലേ? പൈസ ഉണ്ടാ മതി. എൻ്റെ എന്താ പൈസക്ക് കുറവ്? ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ചേട്ടാ ഒരു കേക്കും കൂടിയാ. നീ ഇപ്പൊ എന്താണ് പറഞ്ഞത്? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഈ ജോലി കിട്ടാൻ കാരണക്കാരനാണ് ഞാൻ തന്നെ. എന്നിട്ട് ഒരുമാതിരി വൃത്തിയുടെ വർത്താൻ എൻ്റെ അടുത്ത് പറയില്ല കേട്ടല്ലേ. സാധാരണ ഒരു ബോയ് ഫ്രണ്ടോ ഒരു ഹസ്ബൻഡോ ഒരു പെമ്പിള്ളേരെ ജോലിക്ക് വിടൂല. നിനക്ക് മനസ്സിലായ? ഞാൻ ആ സമയത്ത് നിനക്ക് അത്യാവശ്യം ഫ്രീഡം തരുന്നുണ്ട്. നിന്നെ ഞാൻ ജോലിക്ക് വിടുന്നില്ലേ? അത്യാവശ്യം പൈസ നീ ഉണ്ടാക്കുന്നില്ലേ? നീ ഫ്രീഡം തന്നിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ചൂടാകുന്ന കാര്യം പറഞ്ഞ ഞാൻ അവിടെ ചൂടായി. ഇപ്പൊ ചൂടായതാ. ആ ഞാനിങ്ങനെ തന്നെ. ഇടയായിട്ട് ഭയങ്കര കെയറിങ് ആണ്. കെയറിങ് ആണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ ഓർമ്മ വരും. ഇതൊരുമാതിരി കുഞ്ഞു കളിക്കില്ലട്ടോ ഭാവി. ഇപ്പോഴത്തെ ആൾക്കാർ കുഞ്ഞു കളിക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടം. ആണോ? എന്നാ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമല്ല. ഇല്ല. അപ്പൊ കുഞ്ഞുകളി കുറച്ച് കുറയ്ക്കാന്നാണ് പറഞ്ഞത്. ആ നിന്റെ കുഞ്ഞുകളി കുറച്ച് കുറയ്ക്കണം. കുഞ്ഞുകളിയും കൊഞ്ചലും. എന്ത് നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ കഴിച്ചാലോ? കേക്ക് പപ്സ. പിന്നെ ഒന്നും അറിയാതെ കാര്യം പറയടാ. കല്യാണോ? എടാ അത് തുറന്നു പറയാനുള്ള മെച്യൂരിറ്റി പോലും നിനക്കായിട്ടില്ല. പിന്നെ നീ എന്ത് കഴിക്കുന്ന ഈ പറയുന്നത്? എനിക്കെന്തിന് മെച്യൂരിറ്റി? ആവശ്യത്തിൽ കൂടുതൽ മെച്യൂരിറ്റി നിനക്കുണ്ടല്ലോ. ആണോ? എന്നാ അത് പോരാ. 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് ആദ്യം 2 പേരും കൂടി ഉണ്ടാക്കണം. എന്നിട്ട് മതി കല്യാണം കാര്യങ്ങളൊക്കെ. കല്യാണത്തെ പറ്റി സംസാരിക്കാൻ മതി. കല്യാണം വേണ്ട, ലിവിംഗ് ടുഗദർ ആവാം. അയ്യോ എനിക്ക് എന്തായാലും പറ്റത്തില്ല. പരിപാടിയാണ്. ആണോ? എന്നാ നീ വേറെ ആരെങ്കിലും നോക്കും. നീ അന്ന് പോയി എഴുതിയ എക്സാമിന്റെ റിസൾട്ട് എപ്പോഴും വരും? റിസൾട്ട് വന്നോ? വിളിക്കാന്ന് പറഞ്ഞവര് വിളിക്കൂടെ? ശരിക്കും നീ എഴുതിയായിരുന്നു? എന്റെ അമ്മയാണ് സത്യം, ഞാൻ എഴുതി. സത്യം. ടിക്കറ്റ് കാണിച്ചു തരാം. പോയെന്റെ വേണ്ട, ഹാൾ ടിക്കറ്റ് വിശ്വാസമുണ്ട്. ഉണ്ടാ എഴുതി. അവര് വിളിക്കാന്ന് പറഞ്ഞൊന്ന് സമയം എടുക്കും. അതൊക്കെ തീരുമാനമായിട്ട് ഇനി എന്തെങ്കിലും ആലോചിക്കും. മതി, എനിക്ക് വയ്യ നടക്കാൻ. എടി കാലെനിക്ക് വയ്യപ്പോ. ഞാൻ എടുക്കണോ നിന്നെ? എടി പോടി എടുത്തോണ്ട് അപ്പൊ അവിടെ ഒരു ജ്യൂസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കയറാം. ജ്യൂസ് നമുക്ക് പോവാന്ന് പറഞ്ഞില്ല. എടി എന്താ കാര്യം? ഇതിന് മുഖത്ത് ഒരു വല്ലായ്മ. എടി അപ്പാവിയും ചാരും അവിടെ ഉണ്ട്. വേണ്ട, അത് സ്വർഗത്തിലെ കട്ടുറുമ്പ, അവിടെ നമുക്ക് പോവാം. സ്വർഗത്തിൽ കട്ടുറുമ്പാ? എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യം? കാര്യം പറഞ്ഞു. എടി ആ പവിയും ചാരും നമ്മൾ റിലേഷൻഷിപ്പിലാണ്. റിലേഷൻഷിപ്പാ? ആ അത് കൊള്ളാലോ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊള്ളാലോ. നീ അറിയാത്ത പലതും ഇവിടെ ഉണ്ടായി. അല്ല അതിനിപ്പോ നിനക്കിപ്പോ എന്താ ഒരു സോഫ്റ്റ് കോർണർ അവരെടുത്ത്? എനിക്കൊരു സോഫ്റ്റ് കോർണറും ഇല്ല. പിന്നെ എടി അവനെ ലാസ്റ്റ് കണ്ടപ്പോ എനിക്കൊരു ലവേഴ്സ് ഫസ്റ്റ് തോന്നി. എന്തൊക്കെ പറയാ, ഒരു അടി വയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം. മഞ്ഞ് വീഴുന്ന സുഖം. എന്നിട്ട് നിന്റെ ഒരു വാക്ക് പറഞ്ഞോടി ഇത്രയൊക്കെ ആയിട്ട്? ഇത് അതിന് പറയാൻ വേണ്ടിയൊന്നും ഇല്ല. നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്താലോ? അത് വേണ്ട മോളെ,
നമ്മൾ എപ്പോഴൊക്കെ അവൾമാർക്ക് പണി കൊടുക്കാൻ തീരുമാനിച്ചോ അപ്പോഴൊക്കെ അവർക്ക് ഫേവറേറ്റ് നടക്കാറ്. അതുകൊണ്ട് ഒരു പണിയും വേണ്ട, ഇതൊക്കെ നിർത്തിക്കോ. ഇത് അങ്ങനല്ലെന്ന്, പിന്നെ ഇത് നിനക്ക് ഗുണമുള്ളതാ. എന്ത് ഗുണം? ഐഡിയ. എടി നീ എന്താ ആലോചിക്കണേ? അവള് ലവറല്ലേ? ലവറല്ലേ, അല്ലാണ്ട് ഭർത്താവൊന്നും അല്ലല്ലോ. എന്നാലും എടി നീ ചെല്ല്, ഞാൻ പിന്നാലെ എത്തിക്കോളാം. പോ പോ ചെല്ല്. എന്തിന്? ഒരു രസമില്ലേ? ഒന്ന് പോടാ എന്റെ രസം. ഇവിടെ മനുഷ്യനൊരു നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഹായ് ചാരു. ഹായ്. ഹായ് ഭവി. എന്തിവിടെ? ചുമ്മാ വന്നാ? എന്നാ എനിക്ക് ജ്യൂസ് കുടിക്കാം. ഇവിടെയാണോ വീട്? എന്റെ ഇവിടെ ഒന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി, വഴയില്ല. എന്ത് ചെയ്യോ ഏട്ടൻ? ഞാൻ ഈ ബിസിനസ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. എന്ത് ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങിയിട്ടില്ല, ഇങ്ങനെ ഒരു ആലോചനയിലൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. ഡിക്റ്റേറ്റീവ് ജേർണലിസമാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഈ CBIയിലൊക്കെ കുറച്ച് ഇന്റർവ്യൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. ഫാൻ. ദിവ്യ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുന്നു. പഠിക്കുന്നേ ഉള്ളാ? പഠിക്കുന്നേ ഉള്ളൂ. ആണോ? ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ പ്രായമാണ്. കൊച്ചുകുട്ടിയാണ്. അപ്പം കൊച്ചു കുട്ടിയാ. എന്താ കുറച്ചുകൂടെ പ്രായം തോന്നൂല്ലേ? എടി നീ എന്നെ അവിടെ പോസ്റ്റ് ആക്കി ഇവിടെ വന്നിരിക്കുകയാണല്ലേ? ആ പവി. ഹായ്. ഹായ്. ആ ചാരു. ഓഹോ, ഇവിടെ ഉണ്ടായിരുന്നില്ലേ, കണ്ടില്ല. നിങ്ങൾ തമ്മിൽ സെറ്റായ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഇരിക്ക്. പിന്നെന്താ? ജ്യൂസ് പറയട്ടാ? ജ്യൂസ് വേണ്ട. വേണ്ടേ? കേക്കാ? കേക്ക് നിനക്ക് വേണോ? കേക്ക് വേണ്ട. അല്ല, കഴിച്ചു. ഞങ്ങള് കഴിച്ചു. ഭാവി പിന്നെ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്റെ ഇച്ചിക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നീ വന്ന കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു, ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞായിരുന്നോ? ഞാനും അറിഞ്ഞായിരുന്നു. അല്ല, നിങ്ങൾ കീരിയപ്പം പോലായിരുന്നു. ഇതിനിടയ്ക്ക് എങ്ങനെ സെറ്റായി? അത് അടിയുണ്ടാക്കി അവസാനം പ്രേമത്തിലെ കലാശിച്ചു അല്ലേ? ഓ അങ്ങനെ. അല്ല, ഞാൻ വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും സൊള്ളാൻ വേണ്ടി വന്നിരിക്കുന്നതായിരിക്കും കപ്പി. ഞങ്ങളുണ്ട്. അതിനുശേഷം അതല്ല ഇവിടെ കണ്ടത്, ഇവിടെ ഇരിക്കുന്നത്. അത് കാണാത്തതിന്റെ അതിന് തോന്നിയതാണ്. ഓ പവി, നീ അന്ന് ഹോസ്റ്റലിൽ വന്ന കാര്യം എന്നോട് ആര്യ പറഞ്ഞായിരുന്നു. അന്ന് രാത്രി ഇവള് ആര്യോട് എന്തൊക്കെയോ നിന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ പറ്റിയാ? നിന്നെ പറ്റി. എന്നെ പറ്റി കാണാൻ ഭയങ്കര ക്യൂട്ടാണ് പവി. ഭയങ്കര ക്യൂട്ടാണ്. നല്ല ആപ്പിൾ പോലത്തെ ചീക്സ് ആണ്. ബ്ലാക്ക് ബിയർഡാന്നും. എന്റെ പൊന്നെ, നിന്നെ പറ്റി പുകഴ്ത്തി അടിയെന്ന് അന്ന് രാത്രി. അയ്യോ, ഇതൊക്കെ ഭയങ്കര പുകഴ്ത്തില്ലേ, പുകഴ്ത്തി പറയുവാ. പിന്നെ പാവം, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പാവം കൊച്ചു ബ്രേക്ക് അടിച്ചു. അയ്യോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നീ നോക്കിക്കോ, അവളെ എനിക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പൊ നിനക്ക് കോൾ അടിച്ചടി. ഒന്ന് പോയേടി. പവി, നമുക്ക് ഇറങ്ങാം. ഇറങ്ങണോ? അല്ല, എന്തൊരു ചാരു, ഞാൻ ഇതിൽ റോങ് ആയിട്ട് പറഞ്ഞോ? ചാരുന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാതിരിക്കൊന്നുമില്ല, ചുമ്മാ രസത്തില് സംസാരിക്കുന്നില്ല. അല്ല, അവളുടെ ഫേസിൽ ആ ഫീലിങ്സ് വന്നു, അതുകൊണ്ട് ചോദിച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ദിവ്യ ദുഷ്ടയൊന്നും അല്ല, നീ സ്നേഹിക്കുന്ന പയ്യനെ തട്ടിയെടുക്കാൻ. അവള് നിങ്ങൾ തമ്മിൽ റിലേഷൻ ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ അവള് ബ്രേക്ക് ചെയ്തു. ഞാൻ പറഞ്ഞെന്തെങ്കിലും ഫീലായെങ്കിൽ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. അത് നിങ്ങൾക്ക് ചാരുവിനെ നല്ലോണം അറിയാത്തതുകൊണ്ട്. എനിക്കറിയാത്തല്ലോ ചാരുവിനെ. ഇനി സംഭവം എന്താ വെച്ചാലേ, ചാരുവിന് എന്നെ നല്ല വിശ്വാസമാണ്. അതുപോലെ തന്നെ എനിക്ക് ചാരുവിനെ നല്ല വിശ്വാസമാണ്. ഇനിയിപ്പോ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് യാതൊരു വിഷയമില്ല അല്ലേ? അതൊക്കെ ചുമ്മാ. എന്ത് ചുമ്മാ? കാര്യമായിട്ട് പറഞ്ഞത്. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് പവി ഇവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കും, ഞാനും ചാരു ഹോസ്റ്റലിലെത്തേക്കാം. ചാരു, നീ ഓക്കെ അല്ലേ? എനിക്കെന്താ പ്രശ്നം? പക്ഷെ അവന് ഓക്കെ ആണോ എന്ന് ചോദിക്കണം. എടാ, നിനക്കത് ബുദ്ധിമുട്ടല്ലേ? ഞാൻ ഓക്കെ അല്ലാത്തത് എനിക്കെന്ത് കുഴപ്പം? ചുമ്മാ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്താൽ പോരെ അല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തമ്മിലുള്ള ബോണ്ട് എന്താണെന്നുള്ളത് ഇവർക്ക് കാണിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, അപ്പം ഇന്ന് പവി നിന്നെ കൊണ്ടാക്കും. ഓക്കെ, നമുക്ക് രണ്ടുപേരും ഹോസ്റ്റലിലേക്ക് പോവാം. സെറ്റ് സെറ്റ്.
ചാരു ഇടി ചാരു, എന്താണ് നീ പോയ പോലെയല്ല വന്നേക്കുന്നത്, എന്തു പറ്റി? പവിയായിട്ട് തല്ലുകൂടിയാ? ഞാൻ ചെറുക്കന്റെ പേര് വേണ്ടി പോരുത്. ഈടി എന്തുവാടി നിങ്ങൾ കൊച്ചു പിള്ളേരെ പോലെ? എന്ത് കൊച്ചു പിള്ളേരെ പോലെ? എന്താ നീ സംസാരിക്കുന്നത്? എന്തറിയാൻ, നിങ്ങൾ കറങ്ങാൻ പോയിട്ട് നിങ്ങൾ അമ്മ എന്തോ നിസ്സാര കാര്യത്തിന് പിണങ്ങി കാണും. നീ പറഞ്ഞു എനിക്ക് ഹോസ്റ്റലിൽ പോകണേ തിരിച്ചു കൊണ്ടുവിടുമെന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് നിങ്ങൾ ഒന്നും മിണ്ടാതെ വന്ന് രാത്രി ആകുമ്പോ നിങ്ങൾ ഫോണിൽ കൂടെ വഴക്കൊക്കെ മാറി ഉമ്മയൊക്കെ ചോദിച്ച് ഇതൊക്കെ തന്നെയല്ലേ? ദേ അവൻ കൊണ്ടുവിട്ട എന്നല്ല, ആ ദിവ്യനാണ്. ഏത് ദിവ്യ? നിനക്കൊക്കെ ഏതൊക്കെ ദിവ്യനെ അറിയാം? ഓ ലവള്, ആ പെണ്ണ്. ഇതൊക്കെ എപ്പോ സംഭവിച്ച്? നിങ്ങൾ എപ്പോഴാ കമ്പനി ആയത്? ഞാനല്ല കമ്പനി ആയത്, അവനാണ് അവളുമാരായിട്ട് കമ്പനി ആയത്. പവിയോ? പോടി, പവി അങ്ങനത്തെ ആളൊന്നും. അയ്യോ പവി അങ്ങനത്തെ ആളല്ലെന്ന്. ഇടി മറ്റവൾക്ക് അവനെ കണ്ടപ്പോ ക്രഷ് തോന്നിന്ന്. ഇതൊക്കെ എടി അവളുമാര് വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഇവന് ഞങ്ങളുടെ രണ്ടോ സ്നേഹത്തിന്റെ ബോണ്ട് കാണിക്കാൻ വേണ്ടി അവൾ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തേ പറ്റൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടേ, അവക്ക് നിങ്ങളെ റിലേഷൻ അറിയാവുന്നതല്ലേ, പിന്നെ എന്ത് ചട്ടത്തര അവള് കാണിക്കണത്? സംഭവം ഇത് അവളായിട്ട് കാണിച്ചല്ല, ആ മറ്റവള് രണ്ടവന്മാരുണ്ടല്ലോ, അവളുമാര് സ്ക്രൂ ചെയ്തിട്ടാണ് ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഓ എന്റെ ചാരു, ഇത് നിന്നെ പിരിയേറ്റാൻ വേണ്ടി അവളുമാര് ചെയ്ത നമ്പർ ആയിരിക്കും. എന്ത് നമ്പർ ആയാലും എന്തോ അടി, അവനെ കിടന്ന് ഞാൻ വിളിച്ചൊരു പരിവോ. ഇപ്പൊ ഫോൺ എടുക്കണല്ലോ, എവിടെ പോയി കിടക്കണേണോ ദേഷ്യം വന്നിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അവളുമാരോട് ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. എടി ചുമ്മാരി, അവളുമാരടുത്ത് പോയി ചോദിച്ചാൽ ഇവക്കത് ഫീൽ ആയെന്നല്ലേ അവളുമാര് മനസ്സിലാക്കുന്നത്. നമ്മുടെ വില പോകണേ. എനിക്ക് ആ ദിവ്യ എടുത്ത് ചോദിക്കണോ? നമുക്ക് ചോദിക്കാം. നീ ഒന്നും മിണ്ടായിരിക്കോ? ഇത് ചോദിച്ചറിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കി പിന്നല്ല. പ്രശ്നങ്ങളുണ്ടാവുമെന്തോ. നീ പറഞ്ഞ സത്യമാണോ? ആളുടെ ബുദ്ധിയായിരുന്നത്? എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? കൊള്ളാം മോളെ, പൊളിച്ച്. ദിവ്യ എവിടെ? അവരോട് എത്തിയിട്ടൊന്നുമില്ല. എത്തിയിട്ടില്ലെന്നോ? നമുക്ക് മുന്നേ അവര് വന്നതല്ലേ. അവൾ എവിടെയെങ്കിലും ചിലപ്പം കറങ്ങാൻ പോയിട്ടുണ്ടാവും. അവൾക്ക് പിന്നെ ഈ ആണുങ്ങളെ മയക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാ. ചിലപ്പോൾ പറയാൻ പറ്റൂല, എവിടെയൊക്കെ പോയിട്ടൊക്കെ വരും. അവക്കെ ഈ ബൈക്ക് റൈഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അവള് വിളിച്ച് പറയൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്നും വിളിച്ചില്ല. നിങ്ങൾ എന്ത് ഫ്രണ്ട്സ് ആണ്? എന്തിന്? നമ്മളെന്തിനാ അതെ വെറുതെ എന്തിനാ വിളിച്ച് ഡിസ്റ്റർബ് ഒക്കെ ചെയ്യുന്നത്? ഞങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ല. അവളിങ്ങനെ വന്നോളും. അവളെ എൻജോയ് ചെയ്തിട്ട് പോട്ടെ. അതെ, എൻജോയ് ചെയ്ത പതിയെ അവളിങ്ങനെ എത്തിക്കോളൂ. അല്ല ചാരുവിന് എന്തുപറ്റി? ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്യുന്ന മുഖത്ത്. എനിക്കെന്ത് ടെൻഷൻ? എന്തോ ഒരാൾക്കൊരു കാര്യം ചോദിക്കാൻ പാടില്ലേ? ഞാനങ്ങനെ ചതിയോ? ഇവിടെ ഒരു വന്നെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ആരാ ഓടിക്കുന്നത്? ഇവിടെ മുട്ട കോമഡിയാണോ? എന്തിത്ര ലേറ്റ് ആയത്? എനിക്ക് മനസ്സിലായി, കിട്ടിയ തക്കന്ന് രണ്ടുപേരും കൂടെ കറങ്ങാൻ പോയതാ. കറങ്ങാൻ പോയതല്ല, മറ്റേ കനാലിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കേ ഇവക്ക് ഇങ്ങനെ കറങ്ങി വരണമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കറക്കി എടുത്തു. നല്ല വ്യൂ ആണ് അവിടെ അല്ലേ? ഇവിടെ കളി നന്നായിട്ട് ബൈക്കിൽ കിടന്ന് കറങ്ങിയല്ലോ അല്ലേ? എന്തുവാ ചാരു, ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലെ കൂടുതൽ എന്തോന്ന് മനസ്സിലാക്കാൻ അല്ലടാ. പവി ഒന്ന് ഗേറ്റിന്റെ ഉള്ളിലേക്ക്, എനിക്ക് സംസാരിക്കണം നിന്റെ അടുത്ത്. എന്തോ സംസാരിക്കും? വാ ഇങ്ങോട്ട്. എടി സംഭവം ഒരു സെക്കൻഡ്. എന്തോ സംസാരിക്കും? വാ. നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അവളെ വണ്ടിയിൽ വെച്ചുകൊണ്ടിട്ട് നിനക്ക് ഇഷ്ടമായില്ലെന്നാണ് അവർ വിചാരിക്കണം. മനസ്സിലായ? അത് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ബോർഡിനെ ബാധിക്കൂലേ? ബാധിക്കും. അതാണ് പറഞ്ഞത്. നമുക്ക് പിന്നീട് സംസാരിക്കാം. സമ്മാനപ്പെടുക കേട്ടാ. ചേട്ടാ പോട്ടാ, പോട്ടെ, പോടാം. ഇതൊക്കെ ഞാൻ കയ്യിൽ നിന്ന് കൂട്ടുകാരൻ തണ്ടിയുടെ വണ്ടി അല്ലെങ്കിൽ തള്ളിത്തരും. വേണ്ട, ഞാൻ തന്നെ തള്ളിക്കോ. ചാരുവിനും വിഷമൊന്നും ആയില്ലല്ലോ അല്ലേ? എനിക്കെന്ത് വിഷമം? ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നത്. അത് മാത്രമല്ല രാത്രി ആകുമ്പോ നമ്മൾ ഇതൊക്കെ കൂടി പറഞ്ഞ് ചിരിച്ചിരിച്ചൊരു പരിവോ അല്ലേ? അയ്യോ, അത് പറഞ്ഞപ്പോഴാ പവിയുടെ ഇൻസ്റ്റ ഐഡി ഒന്ന് തരണേ. നേരിട്ട് അങ്ങ് ചോദിക്കാറുന്നില്ലേ? എന്നോട് കണ്ടുപിടിച്ചിട്ട് ചെയ്യാനാ പറഞ്ഞത്. ഓ
അല്ലെങ്കിൽ വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാനും പോകുന്നു. ഞാനും പോവാ. ഇത് ഇച്ചിരി പ്രശ്നമാണല്ലോ മോളെ. പ്രശ്നമാണോന്നോ? അവനതെ നല്ലോണം മുതലാക്കുന്നുണ്ട്. അവന്റെ മുതലാക്കലേ ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട്.